ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിൽ നിന്നും ഇപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. അതായത് LP സ്കൂളിൽ നിന്നും നമ്മളിപ്പോൾ UP സ്കൂളിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ശ്രദ്ധിച്ച് അന്നന്നെടുക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സോഷ്യൽ സയൻസിലെ 1ാമത്തെ അധ്യായമായ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചാണ്. പീലിയുടെ ഗ്രാമം എന്നാണ് അധ്യായത്തിൻ്റെ പേര്. പീലിയുടെ കൂട്ടുകാര് പീലിയുടെ ഗ്രാമത്തിലേക്ക് യാത്ര പോകുന്നതും അവിടെ കാണുന്ന കാഴ്ചകളും അവിടുത്തെ ഉത്സവങ്ങളും അവിടുത്തെ ഭക്ഷണ വിഭവങ്ങളുടെ രുചിയും അവിടുത്തെ ഉത്സവങ്ങൾ പോലെ തന്നെ കുട്ടികളുടെ കളികൾ ഇതെല്ലാം നമുക്ക് ആ പാഠഭാഗത്തിലൂടെ പഠിക്കാം. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണിത്. നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ പീലിയുടെ കൂട്ടുകാരായ കുട്ടികളെയാണ് കാണുന്നത്. ഒരാൾ വീൽ ചെയറിലിരിക്കുന്നു. അവരാരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഒരാൾ വീൽ ചെയറിലിരിക്കുന്നു, 2 പേര് നിൽക്കുന്നു, ഒരാൾ ഇരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ചിത്രമാണ്. എല്ലാവരും കണ്ടില്ലേ? കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുൻപ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലൊന്ന് പോയി വന്നാലോ? മനസ്സിലായോ? പീലിയുടെ കൂട്ടുകാരെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള ചർച്ചകളാണ് അവർ നടത്തുന്നത്. ഇനി നമുക്ക് ആ കൂട്ടുകാരാരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം വീൽ ചെയറിലിരിക്കുന്ന കുട്ടി. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്ക് ഒരു അനിയൻ കൂടിയുണ്ട്. മനസ്സിലായോ? നീനുവിനെ പരിചയപ്പെടുത്തുകയാണ്. നീനു സഞ്ചരിക്കുന്നത് ഒരു വീൽ ചെയറിലാണ്. വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന കുട്ടിയാണ് നീനു. നീനുവിൻ്റെ വീട് എവിടെയാണ്? നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് നീനു താമസിക്കുന്നത്. നീനുവിനൊരു അനിയൻ കൂടിയുണ്ട്. അടുത്ത ആളാണ് അപ്പു. അപ്പുവിനെ കണ്ടോ എല്ലാവരും? എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. അപ്പുവിനെ മനസ്സിലായോ? അപ്പു നഗരത്തിലെ ഒരു ചേരിയിലാണ് അപ്പുവിൻ്റെ വീട്. അമ്മ മാത്രമേ അപ്പുവിനുള്ളൂ. അമ്മക്ക് എന്താണ് ജോലി? തുണിമിൽ തൊഴിലാളിയാണ് അപ്പുവിൻ്റെ അമ്മ. മനസ്സിലായില്ലേ അപ്പുവിന്? അടുത്ത ആളുടെ പേരാണ് വിക്കി. നമുക്ക് വിക്കിയെ പരിചയപ്പെടാം. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. മനസ്സിലായോ? എൻ്റെ പേര് വിക്കി. വിക്കി നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. വിക്കിയുടെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. മനസ്സിലായില്ലേ? വിക്കിയെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ആളാണ് ചമേലി. പരിചയപ്പെടാം നമുക്ക് ചമേലിയെ. ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. മനസ്സിലായോ ചമേലിയെ? ചമേലി ഒരു ആസാം സ്വദേശിയാണ്. വർഷങ്ങളായി കേരളത്തിലാണ് ചമേലിയും ചമേലിയുടെ കുടുംബവും താമസിക്കുന്നത്. ചമേലിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അവർ കേരളത്തിലേക്ക് എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ചമേലി താമസിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ആരെയൊക്കെയാണ് പരിചയപ്പെട്ടത്? വീൽ ചെയറിലുള്ള നീനുവിനെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ അപ്പുവിനെ പരിചയപ്പെട്ടു, വിക്കിയെ പരിചയപ്പെട്ടു, ചമേലിയെ പരിചയപ്പെട്ടു. ഇവരെല്ലാം ആരാണ്? ഇവരെല്ലാം പീലിയുടെ സുഹൃത്തുക്കളാണ്. മനസ്സിലായില്ലേ മക്കളെ? ആരൊക്കെയാണ് പീലിയുടെ കൂട്ടുകാർ? നീനു, അപ്പു, വിക്കി, ചമേലി. നീനുവും അപ്പുവും വിക്കിയും ചമേലിയുമാണ് പീലിയുടെ കൂട്ടുകാർ. അടുത്തതായി പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ എന്നാണ്.
പീലിയുടെ 4 കൂട്ടുകാരെയും നമ്മൾ പരിചയപ്പെട്ടു. 5ാമത്തെ ആളായി നമ്മളെ തന്നെ സ്വയം വരച്ച് ചേർത്ത് പരിചയപ്പെടുത്തണം. നമുക്ക് നോക്കാം എങ്ങനെ പരിചയപ്പെടുത്താമെന്ന്. ഇപ്പോൾ നീനുവും അപ്പുവും വിക്കിയും ചമേലിയും ഒക്കെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ നമ്മളെ സ്വയം പരിചയപ്പെടുത്തണം. നോക്കാം നമുക്കത്. ആദ്യം നമ്മളെ വരച്ച് ചേർക്കണം. എന്നിട്ട് പറയണം, എൻ്റെ പേര് ആനന്ദ്. നിങ്ങളുടെ പേരെന്താണോ ആ പേരാണ് അവിടെ ചേർക്കേണ്ടത്. എൻ്റെ പേര് ആനന്ദ്. ഞാൻ വേങ്ങരയിലാണ് താമസിക്കുന്നത്. അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ്. അമ്മ ടീച്ചറാണ്. ഒരു ചേച്ചിയുണ്ട്. ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ കൂട്ടത്തിലെ 5ാമത്തെ ആൾ ആനന്ദാണ്. എൻ്റെ പേര് ആനന്ദ്. ഞാൻ വേങ്ങരയിലാണ് താമസിക്കുന്നത്. അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ്. അമ്മ ടീച്ചറാണ്. ഒരു ചേച്ചിയുണ്ട്. ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങളെയും പരിചയപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും ആനന്ദ് പരിചയപ്പെടുത്തിയതുപോലെ തന്നെ സ്വയം പരിചയപ്പെടുത്തണം. അടുത്ത് നമുക്ക് നോക്കാം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. മനസ്സിലായോ മക്കളെ? ഇതര അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ ജോലിക്ക് വേണ്ടിയെല്ലാമായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം കൂടുതൽ അതിഥി തൊഴിലാളികൾ കുടുംബമായി നമ്മുടെ കേരളത്തിൽ എത്തുന്നുണ്ട്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ചമേലിയും കേരളത്തിൽ വന്നത്. അങ്ങനെ ചമേലി കേരളത്തിലെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ചമേലി അവളുടെ അമ്മയെയും അച്ഛനെയും മാ എന്നും പാപ്പ എന്നുമാണ് വിളിക്കുന്നത്. അമ്മയെ മാ എന്നും അച്ഛനെ പാപ്പ എന്നുമാണ് ചമേലി വിളിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? നമുക്കിനി അടുത്ത പാഠഭാഗത്തിൻ്റെ അടുത്ത ഭാഗം നോക്കാം. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. എല്ലാവരും പരിചയപ്പെടുത്തിയില്ലേ? സ്വയം പരിചയപ്പെടുത്തിയില്ലേ എല്ലാവരും? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത വിവരങ്ങളടങ്ങിയ ഒരു വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ സഹായവും ഇതിനുണ്ടാകും. എങ്ങനെയാണ് നമ്മളൊരു വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കുന്നത്? നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയില്ലേ? നമ്മുടെ പേര്, അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിയില്ലേ? അത് കുറച്ചും കൂടി വിപുലപ്പെടുത്തിയിട്ട് കുറച്ചും കൂടി വിവരങ്ങളൊക്കെ അതിൻ്റെ അകത്തോട്ട് കൂട്ടിയിട്ട് വേണം നമുക്ക് പറയാനായിട്ട്. എന്തൊക്കെ കൂട്ടണം? നമ്മുടെ ഹോബി, ഒഴിവു സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ ഒരു വ്യക്തിഗത പ്രൊഫൈൽ നിർമ്മിക്കണം. അതിന് ടീച്ചറുടെ സഹായവും ഉണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെ ഒരു വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം നമുക്ക് ഹോബിയും സ്വപ്നങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു വ്യക്തിഗത പ്രൊഫൈൽ നിർമ്മിക്കാം. അതിൻ്റെ ഒരു മാതൃക നോക്കാം. ആ മാതൃകയിൽ നിങ്ങളുടെ വ്യക്തിഗത പ്രൊഫൈൽ തയ്യാറാക്കണം. നോക്കാം നമുക്കതിൻ്റെ മാതൃക. എൻ്റെ പേര് ആനന്ദ്. ഞാൻ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് അച്ഛനും അമ്മയും ചേച്ചിയുമാണ് ഉള്ളത്. അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ്. അമ്മ ടീച്ചറാണ്. ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. വായിക്കുന്നതും വീഡിയോ കാണുന്നതുമാണ് എൻ്റെ ഹോബി. താജ്മഹൽ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഡോക്ടർ ആകുക എന്നതാണ് എൻ്റെ സ്വപ്നം. മനസ്സിലായി? ഇതുപോലെ വേണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തിഗത പ്രൊഫൈൽ തയ്യാറാക്കാനായിട്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. എൻ്റെ പേര് ആനന്ദ്. ഞാൻ മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എഴുതണം. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങളെല്ലാവരും 5ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? എനിക്ക് അച്ഛനും അമ്മയും ചേച്ചിയുമാണ് ഉള്ളത്. അച്ഛനൊരു ബിസിനസ്സുകാരനാണ്. അമ്മ ടീച്ചറാണ്.
ചേച്ചി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ആനന്ദിന് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ ഇഷ്ടമാണ്. വായിക്കുന്നതും വീഡിയോ കാണുന്നതുമാണ് എൻ്റെ ഹോബി. എന്താണ് ഹോബി? വായിക്കുന്നതും വീഡിയോ കാണുന്നതുമാണ് ആനന്ദിൻ്റെ ഹോബി. താജ്മഹൽ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഡോക്ടർ ആകുക എന്നതാണ് എൻ്റെ സ്വപ്നം. മനസ്സിലായില്ലേ? ഇതുപോലെ ആനന്ദ് എഴുതിയതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ ചേർത്ത ഒരു വ്യക്തിഗത പ്രൊഫൈല് തയ്യാറാക്കണം. തയ്യാറാക്കുമില്ലേ എല്ലാവരും? എല്ലാവരും വ്യക്തിഗത പ്രൊഫൈല് തയ്യാറാക്കിയോ? തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കൊരു യാത്രയ്ക്കൊരുങ്ങാം. ആദ്യം നമ്മുടെ വീൽ ചെയറിലിരിക്കുന്ന നീനു പറയുകയാണ്, നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്നൊരു യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊന്ന് സമ്മതിച്ച് കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ടോ എന്താണ് നീനു പറയുന്നത്? ഒരുപാട് ആഗ്രഹിച്ച യാത്രയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊന്ന് സമ്മതിച്ച് കിട്ടാൻ ഒരുപാട് പാടുപെട്ടു. കാരണം എന്താ? എല്ലായിടത്തും പോകാൻ പറ്റുന്ന ഒരാളല്ല നീനു. കാരണം നീനു വീൽ ചെയറിലാണല്ലോ പോകുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ അടുത്തത് വിക്കിയാണ് പറയുന്നത്. വിക്കി എന്താണ് പറയുന്നത്? പപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിക്കി പറയുന്നത്. എന്തൊക്കെയാണ് വിക്കി പറയുന്നത്? പപ്പയും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വിക്കി പറഞ്ഞത്. അടുത്തത് ചമേലി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. മാ എന്ന് പറയുന്നത് ആരാ? ചമേലിയുടെ അമ്മയാണ്. ചമേലി അമ്മയെ മാ എന്നും അച്ഛനെ പാപ്പ എന്നുമാണ് വിളിക്കുന്നത്. അറിയാമല്ലോ. ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. മനസ്സിലായോ? ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. അതായത് ചമേലി എവിടെ പോയാലും ചമേലിയുടെ അമ്മയ്ക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടാണ് അതിഥി തൊഴിലാളികളോട് പെരുമാറുന്നത്. ഒരു അകൽച്ചയോട് കൂടിയാണ് പെരുമാറുന്നതെന്നാണ് ചമേലി പറയുന്നത്. ഇതൊക്കെ ഞാൻ പീലിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പീലി പറഞ്ഞത് എന്താണ്? അവളുടെ നാട്ടിൽ ആരും അകൽച്ച ഒന്നും കാണിക്കില്ല എന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. ഇതാണ് ചമേലി പറയുന്നത്. അടുത്തത് നമ്മുടെ അപ്പുവാണ്. അപ്പു എന്താണ് പറയുന്നത്? അപ്പു പറയുകയാണ്, അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവുമെന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. അപ്പുവിൻ്റെ അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷെ അപ്പുവിനൊരു സങ്കടമുള്ളത് എന്താ? അപ്പു പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവുമെന്ന വിഷമമുണ്ട്. പക്ഷെ ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. ഇതാണ് അപ്പു പറയുന്നത്. ഇവർ മാത്രമല്ലല്ലോ യാത്രയ്ക്ക് പോകുന്നത്. പിന്നെ ഒരാളും കൂടി യാത്രയ്ക്ക് പോകുന്നില്ല. ആരാ ഇവരുടെ കൂടെ യാത്രയ്ക്ക് പോകുന്നത്? നമ്മളും കൂടി അവരുടെ കൂടെ യാത്രയ്ക്ക് പോകുന്നില്ലേ? അപ്പോൾ നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. അപ്പുവും നീനുവും ചമേലിയും വിക്കിയും ഒക്കെ പറഞ്ഞില്ലേ അവരുടെ ചിന്തകൾ? അതുപോലെ തന്നെ നമ്മളും യാത്ര പോവുകയില്ലേ? അപ്പോൾ നമ്മളുടെ ചിന്തകൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് എഴുതി ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആനന്ദിൻ്റെ ചിന്ത എന്താണെന്ന് നമുക്ക് നോക്കാം. ആനന്ദ് പറയുകയാണ്, അച്ഛനും അമ്മയും എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ പരിചയമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ഇല്ലാതെ ആദ്യമായാണ് ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇതാണ് നമ്മുടെ ആനന്ദ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അച്ഛനും അമ്മയും എതിർപ്പൊന്നും പറഞ്ഞില്ല. ആനന്ദിൻ്റെ അച്ഛനും അമ്മയും ഒന്നും എതിർപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ പരിചയമില്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ഇല്ലാതെ ആദ്യമായാണ് ആനന്ദ് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. അതിൻ്റെ ഒരു വിഷമമുണ്ട്.
യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴുള്ള ആനന്ദിൻ്റെ ചിന്തകളാണിത്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തകൾ എഴുതണം. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണല്ലോ ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി എങ്ങനെയാണ് ഇത്ര അടുത്ത കൂട്ടുകാരായത്? അതിനൊരു സാഹചര്യം ഉണ്ടാവില്ലേ? ആ ഒരു സാഹചര്യം സങ്കല്പിച്ച് നമ്മുടെ ക്ലാസ്സിലൊരു റോൾ പ്ലേ, ഒരു നാടകം പോലെ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പാഠഭാഗത്തുള്ളത് യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പുള്ള എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണം, എന്തെല്ലാം കാര്യങ്ങൾ ബാഗിൽ സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. വീട്ടിൽ ചെന്ന് എല്ലാവരും നന്നായി അന്നന്ന് എടുക്കുന്ന ക്ലാസ്സിലുള്ള പാഠഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക.